നമസ്കാരം. വാസ്തുശാസ്ത്ര വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് പലരും ചോദിക്കുന്നതാണ്, പ്രധാന വാതിലിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ, പ്രധാന വാതിലുണ്ടാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ. പ്രധാന വാതിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം, നേരിട്ട് കാണുമ്പോഴായിരിക്കും അതിന്റെ പ്രസക്തി, ഭംഗിയല്ല പ്രസക്തി മനസ്സിലാക്കുക. ഇതൊരു വാതിലാണ്. ഇവിടെ നമ്മൾ ഹാഫ് ഡോറാണ് തുറക്കുന്നത്. സിംഗിൾ ഡോർ അല്ല, ഡബിൾ ഡോറും അല്ല, 4 ഡോറാണ്. ഇങ്ങനെയൊരു സുഖം ഈ വാതിലിനുണ്ട്, ഹാഫ് ഡോർ. ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം, നമുക്ക് പ്രകൃതിയായിട്ടൊന്ന് കാണാം, പ്രകൃതിയിലെ കാറ്റ് കൊള്ളാം. അങ്ങനെയുള്ള പല സുഖങ്ങളും ഈ ഹാഫ് ഡോറിനുണ്ട്. അതേ സമയത്ത് നമ്മൾ ഈ അകത്തേക്ക് കയറിയിട്ട് ഈ വാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ വീട് ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് ബന്ധമേ ഇല്ലാതെ ഒരു പെട്ടിയിലിട്ട അവസ്ഥയാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ കാറ്റ് കിട്ടും, ഈ തുറന്ന് നമുക്ക് സംസാരിക്കാം, നമ്മളെ തേടി കാറ്റ് വരും. ഇടയ്ക്കൊക്കെ ഇതിലെ പൂമ്പാറ്റകൾ കയറി ഇറങ്ങാറുണ്ട്, തുമ്പികൾ വരാറുണ്ട്, ഇടയ്ക്ക് പക്ഷികളും വരാറുണ്ട്, വളരെ ചെറിയ പക്ഷികൾ. അത് ഒന്നുകിൽ നടുമുറ്റത്തോടെ മുകളിലേക്ക് കയറി പോകാറുമുണ്ട്. അപ്പം ഞാൻ വാതിൽ ഫുള്ള് തുറന്നു കൊടുക്കും. ഇടയ്ക്ക് പൂച്ചകൾ ചാടി വരും കേട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. പക്ഷേ പിന്നെ സുരക്ഷിതം എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാന വാതിലിൻ്റെ സുരക്ഷിതത്തിന് നല്ല ലോക്കുകൾ കിട്ടാനുണ്ട്. ലോക്കുകളൊക്കെ ചെയ്താലും ധാരാളം മതി. നമുക്ക് ഇതിനൊക്കെ ഇവിടെയൊക്കെ ലോക്കുകളുണ്ട്. ഇത് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് വലിച്ചാൽ പോകില്ല. അതേ സമയത്ത് സിംഗിൾ ഡോറിന്റെ ബലം അല്ലെങ്കിൽ 2 ഡോർ അടയ്ക്കുന്നതിന്റെ ബലം ഈ 4 ഡോറുകൾക്ക് ഉണ്ടാവുമോ എന്നൊരു ചിന്ത നിങ്ങളിലുണ്ടാവും. പക്ഷേ അതിനാണ് ഓടാമ്പില സാക്ഷ എന്ന് പറയുന്ന സാധനം. അത് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നമുക്ക് അകത്തേക്ക് വരാം. പ്രധാന വാതിലുകളെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. പ്രധാന വാതിൽ ഉണ്ടാക്കണമെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം ഒരൊറ്റ മരത്തിൽ തീർക്കണമെന്നാണ്. ഒരൊറ്റ മരം ഈർന്ന് അതിന്റെ പടിയും എല്ലാം, കട്ടിളയും പൊളിയും എല്ലാം ഒറ്റ മരത്തിൽ തീർക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്കത് കഴിയില്ല. അന്നത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാതിൽ ചെറുതായിരിക്കും, 5 അടി ഹൈറ്റേ വാതിലിന് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ പുറം ചട്ടകളാണ്, മഞ്ചാടി എന്നൊക്കെ പറയും, പുറം ചട്ടകൾ. അത് ചുമരിലേക്ക് പതിപ്പിക്കുക ചെയ്യുക. അത് വളരെ മനോഹരമായിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരേ മരമല്ലെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവില്ല. പിന്നെയുള്ള ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരത്തിന്റെ മൂപ്പ് പല മരത്തിനും പല മൂപ്പായിരിക്കും. അപ്പൊ വെള്ളിച്ച വരാതിരിക്കാനും ഒക്കെ ഒരു ഭംഗി, കളറിന്റെ ഭംഗി കിട്ടാനൊക്കെയാണ് ഒരേ മരം വേണമെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അത് കഴിയില്ല. ഇന്ന് നമുക്ക് കിട്ടുന്ന മരങ്ങൾ ഏതൊക്കെയാണോ അതിൽ തന്നെ മരങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ദേവഗണവും അസുരഗണവും. അതിൽ ദേവഗണം എന്ന മരങ്ങൾ മാത്രമേ വീട് പണിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവഗണത്തിൽപ്പെട്ട മരങ്ങൾ പ്ലാവ്, വെണ്ടേക്ക്, വാഗ, ഇരുള് ഒക്കെയാണ്. അസുരഗണത്തിൽപ്പെട്ടതാണ് തേക്ക്, വീട്ടിയല്ല. അപ്പോ ഒരു വീടിന്റെ പ്രധാന വാതില്, ഇപ്പോൾ വാതിലുകളുടെ കൺസെപ്റ്റ് ഒക്കെ മാറിയിരിക്കുന്നു. വലിയ വാതിലാണ് കൊടുക്കുന്നത്. 8 അടി 9 അടി ഉയരത്തിലുള്ള വാതിലുകൾ കൊടുക്കുന്നുണ്ട്. ഭംഗിയാണ്, വീട്ടിലേക്ക് നല്ല കാറ്റ് കിട്ടും. പക്ഷെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കാറ്റൊന്നും വീട്ടിലേക്ക് വരില്ല. അപ്പൊ ഭംഗി മാത്രമേ ഉണ്ടാവൂ. 8 അടി ഹൈറ്റും അതേപോലെ വീതി കൂടിയ വാതിലുകളും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഹാഫ് ഡോർ അവിടെ അടച്ചു വെക്കും. ഹാഫ് ഡോർ അല്ല, കാൽഭാഗം അടച്ചു വെച്ച് വേറെ ഒരു പൊളിയാണ്. ഇപ്പോഴത്തെ ഫാഷനാണ്. വലിയ ഹാൻഡിലൊക്കെ ആയിട്ട് ഭംഗിയുണ്ട് കാണാൻ. അതിന് ദോഷം പറയുന്നില്ല. നമ്മൾ സാധാരണ കല്യാണ മണ്ഡപത്തിനൊക്കെ കൊടുക്കുന്ന വാതിലുകൾ പോലെ വലിയ വാതിലുകളാണ് കൊടുക്കുന്നത്. അത് ഭംഗിയുണ്ട്, ദോഷമൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച വാതിലുകളെ പോലെ വീടിനുള്ളിലേക്കുള്ള സൂര്യപ്രകാശം, കാറ്റ്, ഇതെല്ലാം പുറത്തെ ശബ്ദം പോലും, പക്ഷികളുടെയൊക്കെ ശബ്ദം നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമല്ലേ? വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്ത് പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയൂ. നമ്മൾ ആ വാതിലങ്ങ് അടച്ചു കഴിഞ്ഞു, നമ്മൾ റൂമിൽ വന്നിരുന്നു, പിന്നെ വീട്ടിനുള്ളിൽ എന്താ ഉള്ളത്? നമ്മൾ വെക്കുന്ന ടിവിയുടെ ശബ്ദമോ അല്ലെങ്കിൽ വീട്ടിലെ പാത്രങ്ങൾ തമ്മിൽ മുട്ടിയിരുന്ന ശബ്ദമോ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു ക്ലോക്കിന്റെ ശബ്ദമെങ്കിലും ഉണ്ടാവും. ടിങ് 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 ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ ടിക് 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 പോയിരുന്ന അതുപോലെ സൈലന്റ് ആയിരിക്കുന്നു. അപ്പൊ ശബ്ദം വളരെ കുറവാണ്, ഒരു ശബ്ദവും കേൾക്കാനുമില്ല. അപ്പൊ വാതിലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വാതില്, നമ്മുടെ വീടിന് അനുയോജ്യമായ വാതില്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ 4 ഡോറുകൾ ആശാരിപ്പണി കൂടൂട്ടോ, കുറച്ച് പണി കൂടും. എങ്കിലും ഹാഫ് ഡോറാണെങ്കിൽ നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വീടിനുണ്ടാവും. അല്ലെങ്കിൽ ഒരു പെട്ടിയിലെ അടച്ച പോലെയായിരിക്കും ഉണ്ടാവുക. പ്രധാന വാതിലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ വീടിന്റെ 2 പുറത്തേക്കുള്ള വാതിൽ എവിടെയാണെങ്കിലും പടി വെക്കണം. നിർബന്ധമായിട്ടും അടിയിൽ പടി വേണം. അത് കോൺക്രീറ്റ് ആയാലും വേണ്ടില്ല, സ്റ്റീലായാലും വേണ്ടില്ല, പടി വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അടുക്കള വാതിൽ പോലും പുറത്തേക്കുള്ള വർക്ക് ഏരിയയിൽ നിന്നുള്ള വാതിൽ തീരെ ശ്രദ്ധയില്ലാതെയാണ് പലരും പണിയുന്നത്. അടിയിൽ പടി കൊടുക്കില്ല, ഒരു എറുമ്പ് പോലും കയറില്ല ശരിക്കും പടി വെച്ച വാതിലിൽ. ഇപ്പൊ പലരും വീടിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ, രാത്രി അടയ്ക്കുമ്പോൾ എന്തെങ്കിലും റബ്ബർ ഷീറ്റോ മാറ്റോ കൊണ്ടുപോയിട്ട് തിക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ വീടിന് അങ്ങനെ അടിപ്പടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് റബ്ബർ ബുഷ് വാങ്ങിക്കാൻ കിട്ടും. റബ്ബർ ബുഷ്, ആ റബ്ബർ ബുഷില് റബ്ബറും മരവും തമ്മിൽ ഒട്ടിക്കുന്ന പശ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അത് കൊണ്ടുപോയിട്ട് വാതിലിന്റെ അടിയിൽ ഒട്ടിക്കുക. ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ റബ്ബർ ബുഷ് നമുക്ക് ഇങ്ങോട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ആദ്യം തുറന്നു നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ റബ്ബർ ബുഷ് ഉണ്ടെങ്കിൽ വെള്ളമൊന്നും അകത്തേക്ക് കയറില്ല. മിക്കവാറും വലിയ പ്രാണികൾക്ക് ഒന്നും കയറാൻ കഴിയില്ല. അതല്ലെങ്കിൽ മിക്ക പ്രാണികളും വീടിനുള്ളിലേക്ക് കയറും. അത് പ്രധാന വാതിൽ വെക്കുമ്പോൾ അടിപ്പടിക ഒരു ഭംഗി കുറവുമില്ല, ഉറപ്പാണ്, സുരക്ഷിതമാണ്. ആ അടിപ്പടിക വെക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനമായി കയറി വരിക എന്നുള്ളതാണ് അടിപ്പടി വെക്കുകയും ചെറിയ വാതിൽ വെക്കുന്നതിന്റെയും ഉദ്ദേശം. കാരണം നമുക്ക് പല ടെൻഷനുമായിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ ആ ടെൻഷനോടുകൂടി തുറന്ന വാതിലിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നതിനേക്കാൾ നല്ലത് വീടിന്റെ ചെരുപ്പൂരി വെച്ച് വീട്ടിലേക്ക് ആ പടി സ്റ്റെപ്പ് മെല്ലെ കടന്ന്, കാലുമുട്ടാതെ തലമുട്ടാതെ കടന്ന് വരിക. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയും. അതിൽ കുറേ ശാസ്ത്രീയ വശങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. വീണ്ടും വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് കാണാം.